ഇപ്പോൾ ഇൻക്വസ്റ്റ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിച്ചിട്ടാണുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലാണ് പോസ്റ്റ്മോർട്ടം നടപടികളുള്ളത്. ശേഷം നമ്മൾ പൊതുദർശനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൊതുദർശനം വീടിനോടടുത്തുള്ള ആണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് വീടുള്ളത്. അതിനോടടുത്തുള്ള ഗ്ലോറിയ വയനാട് എന്നുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുദർശനത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് മാറ്റി. വീട്ടിൽ നിന്ന് ശുശ്രൂഷപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഏകദേശം 2:30 2 മണിയോട് കൂടിയാണ് വീട്ടിൽ പൊതുദർശനം ആലോചിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ വെച്ചതിന് ശേഷം വീട്ടിലേക്ക് മാറ്റുകയും ബാക്കിയുള്ളത് ടൈം ഏകദേശം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ടൈം ക്ലിയർ ആയിട്ട് പറയാത്തത്. ശ്രുതിയുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇന്നലെ കണ്ടിരുന്നോ? ഇന്ന് കാണാൻ എത്തുമോ? ശ്രുതിയെ ഇന്നലെ രാത്രി ഓൾറെഡി സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കാലിന് 2 കാലിനും ചെറിയ ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെയുമായി ബന്ധപ്പെട്ട സർജറി ഇന്നലെ നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ ഇന്നലെ ഒരു 10 കൂടി നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതി എന്ത് കാണിക്കുന്നുള്ളതിന് ഒരു അവ്യക്തതയില്ല. കാരണം കുടുംബക്കാരെല്ലാം കൂടെ അതിനോടുള്ള അവള് മാനസികപരമായിട്ട് അതിനോട് പൊരുത്തപ്പെട്ട ആയിരുന്നേ ഉള്ളൂ. പിന്നെ ഒരു സർജറി കഴിഞ്ഞതുകൊണ്ട് അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഡോക്ടർമാർ സംസാരിച്ചപ്പോൾ ഒരു മെഡിക്കൽ പരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയതിന് ശേഷം എല്ലാവരുടെ ശ്രുതിയുടെ വീട്ടുകാരോട് കൂടി ആലോചിച്ചിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഉള്ളത്. ഇതുവരെയുള്ള ഇതനുസരിച്ച് ശ്രുതിയുമായിട്ട് നമ്മൾ ഇന്നലെ കാണിച്ചത് കൊണ്ട് ഇനി വേണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കൂ.